ഹായ് ഹലോ. ഇന്ന് ഞാനിത് ഇവിടെ സ്വീറ്റ് പൊട്ടാറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഞങ്ങളുടെ അവിടെ ഇതിന് പറയുന്ന പേര് ചക്കരവള്ളി കിഴങ്ങെന്നാണ്. അപ്പോൾ ഇത് ഞാനത് നന്നായി കഴുകി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. വെള്ളത്തിലിട്ട് വേവിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ മധുരമൊക്കെ പോകും. അതുകൊണ്ട് നമുക്ക് ആവിയിൽ വേവിക്കാം. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് തട്ടിലേക്ക് കിഴങ്ങ് വെച്ച് കൊടുക്കാം. കണ്ണിനും മുടിക്കൊക്കെ ഒരുപാട് ഗുണമുള്ള ഒരു കിഴങ്ങാണിത്. അതുമാത്രമല്ല ഷുഗർ പേഷ്യൻസിനും ഒക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു കിഴങ്ങാണ്. ഇത് ഞാനൊരു ഡോക്ടറെ വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. പിന്നെ അതുമാത്രമല്ല നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെള്ളം തിളയ്ക്കുന്നത് വരെ ഇടുക. അതിനുശേഷം നമ്മൾ ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം വേവിച്ചെടുക്കാൻ. കൂടുതൽ സമയം എടുത്ത് വേവിക്കുമ്പോഴാണ് അതിൻ്റെ ഗുണം കിട്ടുക എന്നും കൂടെ കേട്ടു അതിൽ. അപ്പോൾ ഞാനത് അതുപോലെ വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതേ കൂടെ തന്നെ ചായയും വയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് തോന്നുക. അപ്പോൾ അതേ നമ്മൾ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഇനി പ്രത്യേകിച്ച് ചമ്മന്തിയുടെ ആവശ്യമൊന്നുമില്ല. മധുരം ആയതുകൊണ്ട് നമുക്ക് തനിച്ച് കഴിക്കാം. എനിക്ക് അങ്ങനെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഈ കിഴങ്ങ് ഇഷ്ടമാണോ എന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക.